നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നുപോയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ദൈവം മറന്നു കളയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഞാൻ വായിക്കുന്നു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് പ്രാർത്ഥന? എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയെ സംബന്ധിച്ച വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന നമുക്കറിയാം, ആശങ്ക നിറഞ്ഞ മനുഷ്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ വേളകളിൽ മനുഷ്യൻ ദൈവത്തോട് സംഭാഷിക്കുന്നതിനെയാണ് യാചനയെന്നോ അപേക്ഷയെന്നോ പ്രാർത്ഥനയെന്നോ പറയുന്നത്. പ്രാർത്ഥിച്ച് തളർന്നു പോകുന്ന ആളുകളുമുണ്ട്. കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്നൊരു ചിന്ത മനുഷ്യ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ആളുകളെയും ഭരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥന എവിടെയാണ് ഉള്ളത്? പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ആശങ്കയാണ്. ഈ ആശങ്കയിലാണ് ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നാളെ പ്രാർത്ഥിക്കുന്നു, നാളെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി ജീവിതത്തിൽ ഇടപെടാതെ ആ വിഷയങ്ങൾ തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു പോരുന്നത് ആശങ്ക മൂലമാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഒരു ഭാഗം അതിനകത്തുനിന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എവിടെയാണ് ഉള്ളത്? ദൈവം ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ? ദൈവസന്നിധിയിലുണ്ടോ? ഉണ്ട് എന്നാണ് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 1 മുതലുള്ള ഭാഗങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത് കൊർന്നേല്യോസ് എന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചാണ്. ഈ കൊർന്നേല്യോസ് എന്ന് പറഞ്ഞാൽ, ഈ കൊർന്നേല്യോസ് ആരാണ്? ശതാധിപനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മിലിറ്ററി, 100ഓളം ആളുകൾ തൻ്റെ പക്കലുള്ള ഒരു പ്രൈവറ്റ് മിലിറ്ററി നടത്തുന്ന ഒരാളാണ് ഈ കൊർന്നേല്യോസ്. അപ്പൊ തന്നെ കൊർന്നേല്യോസ് യഹൂദ മത അനുസാരിയല്ല, ജാതികനായ ഒരു മനുഷ്യനാണ്. അപ്പൊ യഹൂദന്മാർക്കും ജാതികൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ള ജനതയാണ് ഈ യഹൂദന്മാർ, അല്ലെങ്കിൽ ജൂസ് എന്ന് പറയുന്ന ഈ സമൂഹം. അപ്പൊ ഈ സമൂഹത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളെല്ലാം ജാതികൾ എന്ന പേരിലാണ് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പുറം ജാതിക്കാരനാണ് ഈ കൊർന്നേല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ ഈ കൊർന്നേല്യോസ് ഒരു ഭക്തനായിരുന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അവൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഒരിക്കൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭവനത്തിൽ. പ്രാർത്ഥനയുടെ നടുവിൽ ഒരു ദൈവദൂതൻ അവൻ്റെ മുറിക്കകത്ത് സ്പഷ്ടമായി ഇറങ്ങി വരുന്നത് അവൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവൻ കാണുകയാണ്. ഭയപരവശനായി അവൻ ചോദിച്ചു, ആരാണ് നീ? അപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവസേനയിൽ നിൽക്കുന്ന ദൂതനാണ്. അവൻ സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം നിന്റെ പ്രാർത്ഥന ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ആശങ്ക എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാക്യമെടുത്തത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നുപോയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ദൈവം മറന്നു കളയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉണ്ട്, നിശ്ചയമാണ് എന്നുള്ള വസ്തുത വളരെ വ്യക്തമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയിൽ പ്രധാനമായും നമ്മൾ സ്വീകരിക്കേണ്ടതൊന്ന്, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. പ്രാർത്ഥന എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വെക്കേണ്ടത് എന്നുള്ള വസ്തുതയെ സംബന്ധിക്കുന്ന ഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. സ്തോത്രം എന്ന് പറയുമ്പോൾ കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി. അപ്പോൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, ദൈവമേ അങ്ങ് എനിക്ക് തന്നതിനായിട്ട് നന്ദി എന്നുള്ള ഭാഗങ്ങളോടുകൂടി അവിടെ ഒരു വിശ്വാസം ക്രിയേറ്റ് ആകുകയാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ദൈവം കേട്ടു എന്നുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ഉറപ്പാണ് പ്രാർത്ഥനയിൽ നമുക്ക് ക്രിയേറ്റ് ആകേണ്ടത്. പ്രാർത്ഥനയിൽ ക്രിയേറ്റ് ആകേണ്ടുന്ന വിഷയം, എൻ്റെ പ്രാർത്ഥന ഞാൻ ദൈവസന്നിധിയിൽ വെച്ചപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഹന്ന എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹന്ന മക്കളില്ലാത്തവളായിരുന്നു. അവൾ ഏറെ നാള് അത് നിമിത്തം വളരെയധികം പരിഹാസങ്ങൾ സമൂഹത്തിൽ നിന്ന് അവൾക്ക് ഏൽക്കേണ്ടി വന്നു. അവൾ വളരെയധികം വേദനപ്പെട്ടു. ആ വിഷയത്തിൻ്റെ നടുവിൽ
ഒരുപക്ഷെ അന്നത്തെ കാലയളവിൽ ചെയ്യേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം. അവൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാതെ വന്നു. ദേവാലയത്തിൽ അവൾ ചെല്ലുകയും അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏലി എന്ന പുരോഹിതനാണ് അന്ന് ദേവാലയ ശുശ്രൂഷകൾ നിർവഹിച്ചു പോന്നിരുന്നത്. ഏലി രാവിലെ ഇവളുടെ പ്രാർത്ഥന കണ്ടപ്പോൾ ഏലിക്ക് തോന്നി ഇവൾ മദ്യപിച്ചിരിക്കുന്നു എന്ന് തോന്നി. അവളുടെ ചുണ്ട് അധരം അനങ്ങുന്നതല്ലാതെ ശബ്ദം പുറത്തു വരുന്നില്ല. ഏലിക്ക് തോന്നി ഇവള് മദ്യപിച്ചിരിക്കുകയാണ് എന്ന് ഏലിക്ക് തോന്നിയിട്ട് പറഞ്ഞു, നിന്റെ മദ്യം വീഞ്ഞിറങ്ങട്ടെ. അവളുടെ മറുപടി ഇങ്ങനെയാണ്, അങ്ങനെ അല്ല യജമാനനെ, ഞാൻ മദ്യമോ വീഞ്ഞോ കുടിച്ചിട്ടില്ല. എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കാണരുത്. എൻ്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകരുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും എന്നെ സ്പർശിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള, ഞാൻ ഏറെ വേദികളിൽ സംസാരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ആ ഭാഗം. പകരുകയാണ്. പകരുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളമെടുത്താൽ മറ്റൊരു പാത്രത്തിലേക്ക്, ഒഴിഞ്ഞ ഒരു പാത്രത്തിലേക്ക് വെള്ളം പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ തൻ്റെ ഹൃദയത്തെ ഒരു പാത്രമായി കണ്ടുകൊണ്ടും അടുത്തതായി ദൈവഹൃദയത്തെ മറ്റൊരു പാത്രമായി കണ്ടുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ ഉള്ള വിഷയങ്ങൾ, നേരത്തെ ഞാൻ ഫിലിപ്പിയ ലേഖനത്തിൽ വായിപ്പിച്ച വാക്യം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നന്നായിരിക്കും. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിചാരങ്ങളാണ്, ചിന്താകുലതകളാണ് പലപ്പോഴും ഒരു പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത്, അടുപ്പിക്കുന്നത്. പക്ഷെ ആ ചിന്താകുലതകളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ, വിചാരങ്ങളുമായിട്ട്, ആശങ്കകളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ സമാധാനമോ സന്തോഷമോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഹൃദയം എന്ന പാത്രത്തിനകത്ത് മുഴുവനും ആകുലതകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരുന്നാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകില്ല, നമുക്ക് സമാധാനം ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകർന്നു മാറ്റി ആ പാത്രം ശൂന്യമാകുന്നത് പോലെ, സ്വസ്ഥമാകുന്നത് പോലെ ഹൃദയത്തിന്റെ വിഷയങ്ങൾ, ഭാരങ്ങൾ ദൈവപാത്രത്തിലോട്ട് ഹന്ന മാറ്റുകയാണ്. ഹന്നയുടെ പ്രാർത്ഥന എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ ഫലം എന്താണ് എന്ന് ഞാൻ താഴോട്ട് പറയാം. അപ്പോൾ ഹന്ന ഈ വസ്തുതകൾ ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. അപ്പോൾ ഏലി ആ സമയത്ത് ഹന്നയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സർവശക്തനായ ദൈവം നിനക്ക് നൽകട്ടെ. ആ സ്ത്രീ മുഖം കഴുകി ഭക്ഷിച്ചു, അവൾ അവളുടെ വഴിക്ക് പോയി. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ. അവൾ പിന്നെ ദുഃഖിച്ചില്ല, അല്ലെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി കരഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവൾ ദുഃഖിക്കാത്തത്? എന്തുകൊണ്ടാണ് കരയാത്തത്? അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭാരം, ആശങ്ക, വേദന ഇതെല്ലാം മറ്റൊരു പാത്രത്തിൽ പകർന്നു കഴിഞ്ഞു. കാരണം അവൾക്ക് ആ പ്രാർത്ഥനയിൽ പൂർണ്ണമായ വിശ്വാസമാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവത്തോട് ആണ് കഴിച്ചിരിക്കുന്നത്. ദൈവം എനിക്ക് നിശ്ചയമായി കേട്ട പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പിന്നെ അവളുടെ ജീവിതത്തിൽ പറയുവാനുള്ളത് നന്ദിയാണ്. അതാണ് ഞാൻ ഫിലിപ്പിയ ലേഖനവുമായിട്ട് കണക്ട് ചെയ്തത്. നമ്മുടെ ആവശ്യങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്ത ആകുലരാകാതെ ദൈവസന്നിധിയിൽ കൊടുത്തിട്ട്, ദൈവമേ അങ്ങ് എനിക്കിത് തന്നതിനായിട്ട് നന്ദി എന്ന് പറയാൻ തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് വിശ്വാസത്തിൻ്റെ പരിപൂർണമായ പ്രാർത്ഥന എന്ന് വിളിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രാർത്ഥനകൾ ബൈബിളിൽ പല ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന മനുഷ്യരാണ് ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ. അവർ ന്യായപ്രമാണം അഭ്യസിച്ചിട്ടുള്ളവരാണ്. അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒരുപക്ഷെ ഇല്ലെങ്കിലും ഒരു യഹൂദനെ സംബന്ധിക്കുന്ന അവർ 2 വയസ്സ് മുതൽ തന്നെ ന്യായപ്രമാണം നന്നായിട്ട് അഭ്യസിച്ചിരിക്കണം. അപ്പൊ യഹൂദന്മാരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ എല്ലാവരും യഹൂദന്മാരാണ്. യഹൂദന്മാരല്ലാത്ത ആരും യേശു തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. യഹൂദന്മാരെ മാത്രമാണ് ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർ വന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, ന്യായപ്രമാണം നന്നായിട്ട് പഠിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രാർത്ഥന എന്താണെന്നറിയാം, അബ്രഹാം ആരാണെന്നറിയാം, ഇസഹാക്ക് ആരാണെന്നറിയാം, ഏലിയാവ് ആരാണെന്നറിയാം, ദാനിയേലിനെ അറിയാം, ദാവീദിനെ അറിയാം. ഞാൻ ഈ ഇത്രയും പേരുടെ പേരുകൾ പറയാൻ കാരണം ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രാർത്ഥന എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ശിഷ്യന്മാർ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ലൂക്കോസ് സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ സമീപിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുകയാണ്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ. അപ്പൊ യോഹന്നാന്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു എന്ന് അവരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യായപ്രമാണത്തിലെ പിതാക്കന്മാരെന്ന് വിളിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന പോലെ അല്ലായിരുന്നു യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ സംശയം, ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് ഇത്രയും പ്രാർത്ഥനാ വീരന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ഉള്ള ഈ ഒരു ബൈബിളിലെ ഇത്രയും പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ ഇവരെന്തിനാണ് യേശുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു പഠനത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥന പഠിക്കേണ്ടതാണോ, പഠിച്ചു ചൊല്ലേണ്ടതാണോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തോട് നമ്മൾ തന്റെ കാര്യങ്ങൾ പറയുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥന പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ യേശു എന്നാൽ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കരുത്. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിതാക്കന്മാരെന്ന് വിളിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരുപക്ഷെ അതുപോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതാണ് നമ്മുടെ റോൾ മോഡൽ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഏലിയാവിനെ പോലെ, ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്കറിയാം, തല മുഴങ്കാലുകൾക്കിടയിൽ തിരികെ വെച്ച് പ്രാർത്ഥിച്ച മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഏലിയാവ്. ഇത്രയും വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ശക്തമായ പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശക്തിയോ പ്രാർത്ഥന ശക്തിയോ അല്ല, ദൈവത്തിനാണ് ശക്തിയുള്ളത്. ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥന ഇത് നോർമലി ഉള്ള ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലൂക്കോസിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം, എവണ്ണം പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ ആളുകളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്കറിയാം. 18-ാമത്തെ അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഏലിയാവിന്റെ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത്. ഏലിയാവ് ഒരു കാളക്കുട്ടിയെ വെക്കുകയും ബാലിന്റെ അശേരയുടെയും പ്രതിഷ്ഠകൾ, ബാലിന്റെയും അശേരയും സേവിക്കുന്ന ദുർമന്ത്രവാദികളുടെ വലിയൊരു ഗണം തന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണ്. ഏലിയാവ് ഇപ്പുറത്തെ സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. 480-ഉം 400-മായ 850 വലിയ ശക്തമായ മന്ത്രവാദികൾ നിൽക്കുകയാണ്. ഇവരും തമ്മിലുള്ള മത്സരം, അല്ലെങ്കിൽ അവരും ഇവരും തമ്മിലുള്ള ചലഞ്ച് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഈ യാഗവസ്തുവിനെ ദഹിപ്പിക്കണം. ഇതായിരുന്നു അവരുടെ രണ്ടുപേരും തമ്മിലുള്ള ചലഞ്ച്. ഈ ചലഞ്ചിൽ ബാലിന്റെ അശേരയുടെയും പ്രവാചകന്മാര് തോറ്റുപോയി. അവർക്ക് ആ സമയം വരേക്കും, രാവിലെ തുടങ്ങി ഉച്ച കഴിയുന്ന സമയം വരെ നിലവിളിച്ചിട്ടും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുകയോ യാഗവസ്തു ദഹിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഏലിയാവ് ഇവരെ കളിയാക്കുകയാണ്. ഭോജനയാഗത്തിനുള്ള സമയമായപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏലിയാവ് ചെയ്തു. യാഗപീഠത്തെ നന്നാക്കി ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ട് 18-ാമത്തെ അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭോജനയാഗത്തിനുള്ള സമയമായപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ഇസ്രായേലിന്റെ ദൈവമേ എന്ന് തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ യേശു പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ നിലകളിലാണ്. കാരണം അവർ പിതാവേ എന്ന് സ്വന്തമായിട്ട് വിളിക്കുകയോ ദൈവമേ എന്ന് വിളിക്കുകയോ ചെയ്യാതെ ഇവരുടെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് യേശു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന നിലകളിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ അത് വിശദീകരിക്കാം. ആദ്യം ഞാൻ ഇവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്താണ്? അവർ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് പുത്രത്വം എന്ന അവകാശം, അല്ലെങ്കിൽ പുത്രൻ എന്നറിയപ്പെട്ടിരുന്നത് ആദാമിനെ മാത്രമാണ്. ആദാം ഒഴികെ മാനവ സമൂഹത്തിൽ ആരെയും മകനെന്ന് വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ മാത്രമാണ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തൻ്റെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരികയും ആ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ആദാം ദൈവത്തിന്റെ മകനെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിലും 3-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പൊ ആദാം പാപം ചെയ്തതോടുകൂടി, ദൈവിക നിയമങ്ങൾ ലംഘിച്ചതോടുകൂടി പുത്രത്വം എന്ന അവകാശമാണ് ആദാമിന് നഷ്ടമായത്. അവൻ ഏദേനിൽ നിന്ന് മാത്രമല്ല പുറത്താക്കപ്പെട്ടത്, ആ അവകാശത്തിൽ നിന്നാണ് പുറത്താക്കപ്പെട്ടത്. അവൻ മാത്രമല്ല അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, തന്നിലാണ് സകല മാനവ സമൂഹവും ഉണ്ടായിരുന്നു. ആദാമിലാണ് സകല ജനതയും ഇന്നലെ ജനിച്ച, ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്ന, നാളെ ജനിക്കാനിരിക്കുന്ന സകല വംശങ്ങളും ആദാമിൽ ഉണ്ടായിരുന്നു. ആദാമിൽ എല്ലാ മനുഷ്യനും ഉണ്ടായിരുന്നു. ഈ ആദാമിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യനും
ആ പുത്രത്വം എന്ന അവകാശം നഷ്ടപ്പെട്ടു പോയി. പാപം ചെയ്തതോടുകൂടി അവന്റെ ആ അവകാശം നഷ്ടപ്പെട്ടു പോയി. മകൻ എന്ന പേരിന് അർഹനല്ലാതെ ആയി അവൻ മാറി. അത് നിമിത്തമാണ് അവന് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടി വന്നത്. ആരായി നിന്നാണ് പ്രസാദിപ്പിക്കേണ്ടി വന്നത്? ഒരു ദാസനായി, വീട്ടിലെ ഒരു ജോലിക്കാരനായി, ഒരു സെർവൻ്റായിട്ട് നിന്നാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടി വരുന്നത്. അവന്റെ കാര്യങ്ങൾ സാധിപ്പിക്കുവാൻ, അവന്റെ ആവശ്യങ്ങളുടെ നടുവിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടി വന്നു. കാരണം അവൻ ദാസനായി തീർന്നു. നമുക്കറിയാം, പല പ്രാർത്ഥനകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 123 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഞങ്ങളോട് സഹായം ചെയ്യുന്ന സമയം വരേക്കും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അവിടുത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ദാസൻ യജമാനന്റെ കയ്യിലേക്ക്, ദാസി യജമാനത്തിയുടെ കയ്യിലേക്ക് എന്നതുപോലെ അവിടെ നിന്ന് ഞങ്ങളോട് കൃപയോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയോ ചെയ്യുന്നത് വരികയും. കാരണം ഞങ്ങൾ ദാസരാണ്, ഞങ്ങൾ ദാസിയാണ്. ഞങ്ങൾ ഒരിക്കലും പുത്രന്മാരോ പുത്രത്വം എന്ന അവകാശമോ പറയുവാൻ കഴിയാത്ത ആളുകളാണ് എന്ന് അവർക്ക് നല്ല ഉത്തമ ബോധമുണ്ട്. അവർ ദാസന്മാരാണ്. ആ നിലകളിലാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്കാണ് ഒരു മാറ്റം ഇവിടെ വരുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ജീവിച്ചു. അതിൽ പ്രേക്ഷിത പ്രവർത്തനകാലം 3.5 വർഷക്കാലമാണ് യേശുവിൻ്റെ. യേശു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുകയാണ്. സ്നാനപ്പെട്ട് കയറി പ്രാർത്ഥിക്കുന്ന വേളയിൽ സ്വർഗം തുറക്കുകയും പ്രാവെന്നതുപോലെ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ശ്രദ്ധിക്കണം, ആ കൈക്കൊള്ളൽ, ഈ പുത്രത്വം എന്ന ഒരു കൈക്കൊള്ളൽ ആദാമിൽ നഷ്ടപ്പെട്ടു പോയ പുത്രത്വം എന്ന അവകാശത്തിലേക്ക് അനുസരണം പ്രാപിച്ച് തൻ്റെ ദൈവത്തിൻ്റെ, തൻ്റെ പിതാവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങുന്ന ആ യേശു ക്രിസ്തുവിനോട്, അല്ലെങ്കിൽ പിതാവായ ദൈവം ത്തിൻ്റെ ശബ്ദമാണെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അതോടുകൂടി കൈക്കൊള്ളുന്നത് മാനവ സമൂഹത്തെയാണ്. ഏത് മാനവ സമൂഹത്തെ? യേശു ക്രിസ്തു ഉലകത്തിലേക്ക് വന്നത് പാപപരിഹാരത്തിനാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുന്ന ഏതൊരു മനുഷ്യനും രക്ഷിക്കപ്പെടുമെന്നതാണ് റോമാലേഖനം 10 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കൈക്കൊള്ളൽ അവൻ ക്രിസ്തുവിലാകുകയാണ്. അവൻ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ ക്രിസ്തുവിലാകാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 7 വാക്യമാണെന്ന് ഞാൻ കരുതുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും ഇൻ ക്രൈസ്റ്റ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാണ്, നാം ക്രിസ്തുവിലായിരിക്കുന്നു, ക്രിസ്തു നമ്മിലായിരിക്കുന്നു, ക്രിസ്തു ധാരികളായി നമ്മൾ മാറിയിരിക്കുക. അപ്പൊ നാം ക്രിസ്തുവിലായിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിലിരിക്കുന്ന ഒരു മനുഷ്യന് എന്തുണ്ടെന്നാണ് യേശു പഠിപ്പിച്ചു വരുന്നത്? മക്കൾ എന്ന അവകാശമുണ്ട്. അപ്പൊ മക്കൾ എന്ന അവകാശമുള്ളപ്പോൾ ദൈവം ആരാണ്? പിതാവാണ്. അപ്പൊ ദൈവം പിതാവാണ് എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹന്നായുടെ പ്രാർത്ഥന. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ആകണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം തരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നമുക്കൊരു അഹംബോധം ഉണ്ടാകും. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വ്യക്തമായ ഒരു ധാരണ അതിനകത്ത് വരികയാണ്. യേശുവിൻ്റെ പഠനം വളരെ ആഴമാണ്, വളരെ എന്താ പറയുക, വ്യക്തമാണ്. അതുകൊണ്ട് അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരുടെ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ശ്രദ്ധിച്ചായിരുന്നു, ഞങ്ങളുടെ പിതാവേ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുമോ എന്നൊരു പക്ഷേ നമുക്ക് ചോദ്യം ഉണ്ടായേക്കാം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ആവശ്യമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവം നിശ്ചയമായിട്ടും പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മറുപടി പറയും, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം തരികയില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നിശ്ചയമായിട്ട് തരും, ഉറപ്പാണ്. ആവശ്യമായത് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി പിതാവും പുത്രനും എന്നുള്ള നിലയിൽ, പിതാവും പുത്രനും ആകുമ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായി മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ ഒരു അപ്പന് മക്കളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് അറിയാം.
നിങ്ങൾ ഏത് വിഷയങ്ങളിലാണ് ആയിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത് എന്നുള്ള ഒരു നല്ല അറിവ് ദൈവത്തിനുണ്ട്, അല്ലെങ്കിൽ പിതാവിനുണ്ട് എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. എന്നെ ദൈവം കാണുന്നു, എന്നെ ദൈവം അറിയുന്നു, എന്നെ ദൈവം കേൾക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വേളകളിലെല്ലാം നമുക്കുണ്ടാകേണ്ടുന്ന 3 പ്രധാന കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയരുത്. അതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കുന്ന മുറിയിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രതിബിംബിച്ച് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ട് സ്വീകരിക്കേണ്ടത് മറ്റൊന്നാണ്, നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവ ഇഷ്ടപ്രകാരമായിരിക്കണം. ദൈവം ഈ വിഷയത്തിൻ്റെ നടുവിൽ എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ള ആഴമായ കാഴ്ചപ്പാടോടുകൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വിഫലമായി പോവുകയില്ല. ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങൾ ആരായിരുന്നാലും എവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഈ ഒരു ബന്ധത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകി ദൈവം നമ്മളെ ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.